ശാന്തി ശാന്തി. ആ ചണ്ടാല ശരീരൻ ഉടലോടെ സ്വർഗത്തിലേക്ക് വരുന്നു. പോ, താഴേക്ക് പോ. നിൽക്ക്. സത്യവ്രത, മുകളിലേക്ക് പോകൂ, മുകളിലേക്ക് പോകൂ, മുകളിലേക്ക്. പോ, താഴേക്ക് പോകാൻ. പോ. മഹർഷേ, വിശ്വാമിത്ര മഹർഷേ, രക്ഷിക്കണേ. നിൽക്കൂ. സത്യവ്രത, വിശ്വാമിത്രൻ അങ്ങേ സ്വർഗത്തിലേക്ക് ഉയർത്തിയെങ്കിൽ അങ്ങ് സ്വർഗത്തിലേക്ക് ഉയർന്നേ തീരൂ. പോകൂ, ഉയർന്നു പോകൂ. സ്വർലോകവാസികളുടെ ശാന്തി കെടുത്താതെ പോ. മഹർഷേ, വിശ്വാമിത്ര മഹർഷേ, രക്ഷിക്കണേ. സത്യവ്രത, അവിടെ നിൽക്കുക. ദേവേന്ദ്ര, ഈ അയോധ്യാധിപനെ ഉടലോടെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ നാം മറ്റൊരു സ്വർഗം പണിയും. ഒരു ത്രിശങ്കു സ്വർഗം. നമ്മുടെ തപസിദ്ധിയും മന്ത്രലബ്ധിയും നമ്മെ അതിന് പ്രാപ്തനാക്കുന്നുണ്ട് ദേവേന്ദ്ര. ഇതാ കണ്ടോളൂ കൗശികന്റെ പ്രഭാവം. വിശ്വാമിത്ര മഹർഷേ, അരുത്, അവിവേകമരുത്. അങ്ങ് ശാന്തനാകൂ. എന്താണോ അങ്ങയുടെ ആവശ്യം അത് നാം അംഗീകരിക്കാം. നാം അങ്ങയുടെ അടുത്തേക്ക് വരാം. മഹർഷേ, കോപം വെടിയും, കണ്ണു തുറന്നാലും. ഇതാ ഇന്ദ്രൻ, ദേവേന്ദ്രൻ അങ്ങയുടെ ആജ്ഞയ്ക്കായി കാത്തു നിൽക്കുന്നു. ദേവാധിപ, അങ്ങേ കലോത്സരമുണ്ടാക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മെ ആശ്രയിച്ചു വന്ന ആ സത്യവ്രതന് ഉടലോടെ സ്വർഗം പോകിയേ തീരൂ. അതിനങ്ങ് അനുവദിക്കുന്നില്ലെങ്കിൽ വിശ്വാമിത്രന് മറ്റു വഴികളില്ല. ഒരു ത്രിശങ്കു സ്വർഗം നിർമ്മിക്കും നാം അവിടെ. വേണ്ട മഹർഷി, അങ്ങ് പ്രകോപിതനാകേണ്ട. ത്രിശങ്കുവിനെ ഉടലോടെ തന്നെ നാം സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാം. സന്തോഷമായി ദേവാധിപ, സന്തോഷമായി. അങ്ങ് വാക്ക് പാലിച്ചാലും ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് നയിച്ചാലും. അങ്ങനെയാവാം മഹർഷി.
വസിഷ്ഠനെ അറിയിച്ചേക്കൂ. സത്യവ്രതൻ ഉടലോടെ സ്വർഗത്ത് പോയ കഥ. ധർമ്മസേനാനി, സത്യപാലകൻ, സൂര്യവംശ തിലകം, ഇക്ഷ്വാകുവംശ പ്രദീപം രാജാ ഹരിശ്ചന്ദ്രൻ എഴുന്നള്ളുന്നു. പ്രണാമം ഗുരു. ആയുഷ്മാൻ ഭവ, ഐശ്വര്യവാൻ ഭവ. ഗുരു, പിതാവിന്റെ ദീർഘകാലമായുള്ള ആഗ്രഹം സാധിച്ചു കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് നാം ഇപ്പോൾ. ഉടലോടെ സ്വർഗം പോകാനുള്ള അത്യപൂർവമായ സൗഭാഗ്യമല്ലേ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്? ഭൂമിയിൽ ഇന്നോളം ഒരു മനുഷ്യന് ലഭിച്ചിട്ടില്ലാത്ത അത്യപൂർവമായ സൗഭാഗ്യം അല്ലേ ഗുരു? അതെ മഹാരാജൻ, അയോധ്യാധിപന് മാത്രം ലഭിച്ച ഒരു അത്യപൂർവ സൗഭാഗ്യമായി ജനങ്ങൾ അതിനെ വാഴ്ത്തുകയാണ്. ഈ ആഹ്ലാദ മുഹൂർത്തം സന്തോഷപൂർവ്വം കൊണ്ടാടുന്നതിന് അയോധ്യയിലെ ജനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യൂ മന്ത്രി. കൽപ്പന പോലെ മഹാരാജൻ. വരൂ. മഹർഷേ, ഈ സന്തോഷ മുഹൂർത്തത്തിലും മറ്റൊരു ദുഃഖം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണത്? പറഞ്ഞാലും മഹാരാജൻ. മറ്റൊന്നുമല്ല ഗുരു, അനപത്യ ദുഃഖം തന്നെ. അത് എനിക്കും ചന്ദ്രമതിക്കും ഇതുവരെ ഒരു കുഞ്ഞ് പറഞ്ഞിട്ടില്ല. അയോധ്യയുടെ സിംഹാസനം അലങ്കരിക്കാൻ ഒരു അനന്തരാവകാശി ഉണ്ടാകണമെന്നതുപോലെ പ്രധാനമാണ് മാതാപിതാക്കളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരു പുത്രനുണ്ടാകണമെന്നതും. ശരിയാണ് മഹാരാജൻ. അത് ഒരു അതിമോഹമല്ല, അനിവാര്യമായ ആവശ്യമാണ്. ലൗകിക ജീവിതത്തിന് പൂർണ്ണത കൈവരണമെങ്കിൽ, ദാമ്പത്യത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഒരു സൽപുത്രൻ ജനിക്കേണ്ടതുണ്ട്. അതേ പ്രഭു, അതൊരാവശ്യമാണ്. അങ്ങനെ ഒരു സത്പുത്ര ജനനത്തിന് ഞാൻ ഇനി എന്ത് പൂജകളാണ് നടത്തേണ്ടത്? എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് പിന്തുടരേണ്ടത്? സന്താനലാഭം ആഗ്രഹിക്കുന്ന അങ്ങ് വരുണനെ ഭജിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ കർമ്മം. വരുണപ്രീതി ലഭിച്ചാൽ പിന്നെ അങ്ങയ്ക്ക് സന്തതി പിറക്കുന്നത് വൈകില്ല. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം വരുണനെ തപസ് ചെയ്യാൻ പുറപ്പെട്ടുകൊള്ളുക. തീർച്ചയായും മഹർഷേ, അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും പാഴ്വാക്കാകില്ലെന്ന് എനിക്കറിയാം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ ഞാൻ വരുണദേവനെ തപസ് ചെയ്യാൻ പുറപ്പെടുകയാണ്. അത് അങ്ങയുടെ ആഗ്രഹ സാഫല്യത്തിന് വഴിതെളിക്കും. പ്രണാമം. ദേവി, ഭവതിയെ അറിയിക്കാൻ നമുക്കൊരു സന്തോഷ വർത്തമാനമുണ്ട്. എന്താണ് പ്രഭു? നമ്മുടെ പുത്രശോകത്തിന് അറുതി വരാൻ പോകുന്നു. എങ്ങനെ എങ്ങനെ പ്രഭു? വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമാണ്. ഗംഗാതീരത്ത് ചെന്ന് വരുണദേവനെ തപസ് ചെയ്യുക. ജലദേവൻ നമുക്ക് പുത്രജനനത്തിനുള്ള വരം തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ പ്രഭു, നദീതീരത്തെ കടുത്ത മഞ്ഞിലും കത്തുന്ന വെയിലിലും രാപകൽ അങ്ങ് തപസ് അനുഷ്ഠിക്കുന്നത് ഈ ഉള്ളവൾക്ക് വേദനയാണ്. ആ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ദേവി. കഠിനാധ്വാനം ചെയ്ത് നേടേണ്ടത് അങ്ങനെ തന്നെ നേടണം. മാത്രമല്ല, സുഖഭൂയിഷ്ടമായ കൊട്ടാര ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവമല്ലേ തപസ്. അതും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഹത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാകുമ്പോൾ ആനന്ദകരമായ ഒരു അനുഭൂതിയുമായിരിക്കും. എങ്കിലും പ്രഭു. ചന്ദ്രമതി, മറ്റൊന്നും ചിന്തിക്കണ്ട. നാളെ പ്രഭാതത്തിൽ നാം തപസ്സിന് പുറപ്പെടും. പുത്രജന്മത്തിനുള്ള വരവും നേടി മാത്രമേ നാം മടങ്ങിയെത്തുകയുള്ളൂ. അതുവരെ ഭവതിക്ക് ചെയ്യാൻ ഒന്നുണ്ട്. കൽപ്പിച്ചാലും പ്രഭു, അങ്ങ് ഗംഗാതീരത്തിരുന്ന് തപസ് അനുഷ്ഠിക്കുമ്പോ ഇവിടെ ഈ രാജധാനിയിലിരുന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാജാ ഹരിചന്ദ്രന്റെ പട്ടമഹിഷി
ഇവിടെ ഈ കൊട്ടാരത്തിലിരുന്ന് നമ്മുടെ തപസ്സിന്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക. തീർച്ചയായും പ്രഭു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നന്ന്. ഭവതിയുടെ പ്രാർത്ഥനയും നമ്മുടെ തപസ്സും ചേരുമ്പോൾ തീർച്ചയായും നമ്മുടെ അനപത്യ ദുഃഖത്തിന് പരിഹാരം കൈവന്നിരിക്കും. നാരായണ നാരായണ. നാരായണ 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 നാരായണ. മഹർഷി വിശ്വാമിത്രന് നമോവാകം. പ്രണാമം ദേവർഷി നാരദരെ. മഹർഷേ, ഇന്ന് 7 ഉപരിലോകങ്ങളിലും അങ്ങയുടെ നാമം കീർത്തിക്കുന്നവരേ ഉള്ളൂ. ചണ്ടാലന് ഉടലോടെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ മഹാഋഷിയായി അങ്ങ് വാഴ്ത്തപ്പെടുകയാണ്. ക്ഷമതമാദികൾ ശീലിക്കാത്ത ലൗകികനായ ഒരുവന് കേൾക്കാൻ ഇമ്പമുള്ള കാര്യം തന്നെയാണ് മഹർഷേ അങ്ങ് പറയുന്നത്. പക്ഷേ വിശ്വാമിത്രന് അതിൽ കമ്പമില്ല നാരദരെ. അറിയാം ബ്രഹ്മർഷേ. അതു പറഞ്ഞ് അങ്ങയെ പ്രീതിപ്പെടുത്താൻ വന്നതല്ല നാം. അങ്ങേക്കിമ്പമുള്ള മറ്റു വർത്തമാനങ്ങളുണ്ട്, അതറിയിക്കാൻ വന്നതാണ് നാം. അങ്ങ് സ്വർഗത്തിലേക്ക് കരയേറ്റിയ ത്രിശങ്കുവിന്റെ രാജ്യത്തെ അയോധ്യയിലെ പുതിയ വിശേഷങ്ങൾ എന്താ? കേൾക്കാൻ മനസ്സുണ്ടോ? പറഞ്ഞാലും മഹർഷേ, കേൾക്കാം. ത്രിശങ്കുവിന്റെ പുത്രൻ ഹരിശ്ചന്ദ്രൻ അയോധ്യയുടെ ഭരണഭാരം ഏറ്റെടുത്ത വിവരം അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവും. തന്റെ കാലശേഷം ഭരണസാരഥ്യം ഏറ്റെടുക്കാൻ മറ്റൊരവകാശി ഇല്ലാത്തതിന്റെ വ്യാകുലതയിലാണ് അയാൾ. ഇപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രലബ്ധിക്ക് വേണ്ടി വരുണദേവനെ തപസ് ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ് ഹരിശ്ചന്ദ്രൻ. ഹരിശ്ചന്ദ്രന്റെ വാർത്തകൾ നമുക്കിമ്പം തരുന്നതല്ല ദേവർഷേ. ഹരിശ്ചന്ദ്രന്റെ പിതാവ് അങ്ങ് തൃശ്ശങ്കൊന്ന് വിളിച്ച സത്യവ്രതൻ, അദ്ദേഹം നമ്മുടെ കുടുംബത്തിന് ഉപകാരം ചെയ്തവനാണ്. നമ്മോടൊന്നും പ്രതിബദ്ധത കാത്തുസൂക്ഷിച്ചവനാണ്. അതിൻ്റെ നന്മയാണ് നമ്മിലൂടെ അയാൾക്ക് കൈവന്നത്. പക്ഷേ സത്യവ്രതൻ നമ്മോട് കാണിച്ച സ്നേഹവിശ്വാസത്തിന്റെ കണിക പോലും ഹരിശ്ചന്ദ്രൻ കാണിച്ചിട്ടില്ല. അതെ മഹർഷി, അതെ, അങ്ങ് പറയുന്നത് സത്യമാണ്. ഹരിശ്ചന്ദ്രനെല്ലാം വസിഷ്ഠനാണ്. വസിഷ്ഠന്റെ വാക്കിനപ്പുറം ഹരിശ്ചന്ദ്രന് ഒന്നുമില്ല. സ്വപിതാവിന് ഉപകാരം ചെയ്ത മഹാഋഷിയായ അങ്ങയെ ഒന്ന് കാണുക പോലും ചെയ്യാത്തത് അതുകൊണ്ടല്ലേ? ആദരിക്കേണ്ടവരെ അനാദരിച്ചാൽ ഹരിശ്ചന്ദ്രൻ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. മഹർഷേ, നമുക്കല്പ ധൃതിയുണ്ട്. നാരായണ നാരായണ. ഏത് ദമ്പതിമാരുടെയും സ്വപ്നവും ലക്ഷ്യവുമാണ് സത്പുത്രൻ. സത്പുത്ര ജനനത്തിനു വേണ്ടി അനുഷ്ഠിക്കുന്ന ത്യാഗങ്ങൾ അവന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലും അനുവർത്തിച്ചാൽ അവൻ സത്പുത്രനായി വളരും.